മുത്തശ്ശ, ഇത് പ്രഭാവതി അമ്മയുടെ കുടുംബ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. മക്കൾക്ക് നല്ല ഭംഗിയില്ലേ പാർവതി? വിപിനെയും വിനയെയും കാണാൻ നല്ല ഭംഗിയുണ്ട് മുത്തശ്ശ. ഈ ഫോട്ടോയിലെ പ്രഭാവതി അമ്മയ്ക്കൊപ്പം മക്കളുണ്ടെന്ന് മുത്തശ്ശൻ എങ്ങനെ മനസ്സിലായി? അത് പിന്നെ പാർവതി, നീ തന്നെയല്ലേ പറഞ്ഞത്? അതോ നീ പറഞ്ഞതാ എനിക്ക് തോന്നിയതോ? നീ കുടുംബം പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ഊഹിച്ചതാ. ഇത് എത്ര വർഷം പഴക്കമുള്ള ഫോട്ടോ ആയിരിക്കും? 16 വർഷം. അയ്യോ, 16 വർഷം പഴക്കമുള്ള ഫോട്ടോ ആണോ ഇത്? ചുമ്മാതല്ല പ്രഭാവതി അമ്മ ഇത്ര സുന്ദരിയായിട്ടിരിക്കുന്നത്. അല്ല, ഈ ഫോട്ടോയ്ക്ക് 16 വർഷത്തെ പഴക്കമുണ്ടെന്ന് മുത്തശ്ശൻ എങ്ങനെ മനസ്സിലായി? അത് പിന്നെ മോളെ, ഇതും ഊഹിച്ചതാ. പ്രഭാവതി അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം വെച്ച് ഞാൻ വെറുതെ മനക്കണക്ക് കൂട്ടി നോക്കിയതാ, അങ്ങനെ പറഞ്ഞതാ. അത് ശരിയാവണമെന്നില്ല കേട്ടോ മോളെ. ഞാനേ വേഗം പോയി ഈ ഫോട്ടോ പ്രഭാവതി അമ്മയെ കാണിക്കട്ടെ. ഇത് കാണുമ്പോ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷാവും. അയ്യോ വേണ്ട മോളെ, കൊണ്ടുപോരുത്. ആ ഫോട്ടോ ഇവിടെ വച്ചേക്ക്. മുത്തശ്ശൻ എന്തിനാ ഈ ഫോട്ടോ? ഞാൻ ഈ ഫോട്ടോ കൊണ്ടുപോയ എന്താ കുഴപ്പം? അതല്ല മോളെ, ഈ ഫോട്ടോ ഈ മുറി കൊണ്ടുവച്ച ആള് വരുമ്പോ അതിവിടെ കണ്ടില്ലെങ്കിൽ അത് കുഴപ്പമാവില്ലേ മോളെ? അതോർത്തു പറഞ്ഞതാ. ഒരു കുഴപ്പവും വരില്ല, മുത്തശ്ശൻ പേടിക്കണ്ട കേട്ടോ. ഞാനിത് പ്രഭാവതി അമ്മയെ കാണിക്കും. അമ്മ വിപിനെയും വിനയെയും കണ്ട് ഞെട്ടും, നോയിക്കും. മോളെ, പ്രഭാവതി അമ്മയോട് ഈ ഫോട്ടോ എന്റെ മുറിന്നാ കിട്ടിയെന്ന് പറയല്ലേ. പ്രത്യേകിച്ച് ഞാനാണ് തന്നെന്ന് ഒരിക്കലും പറയരുത്. അതെന്താ ഈ ഫോട്ടോ ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ? മുത്തശ്ശന ഇത് തന്നേന്ന് പറഞ്ഞ എന്താ പ്രശ്നം? അത് പിന്നെ മോളെ, ഞാനാണ് ഈ ഫോട്ടോ നിനക്ക് തന്നെന്ന് പറഞ്ഞ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. എനിക്ക് പോകാൻ മറ്റൊരിടം ഇല്ല മോളെ. പിന്നെ എന്നെ പറഞ്ഞു വിടാൻ എന്തെങ്കിലും കാരണം അന്വേഷിച്ച് നടക്കുകയായിരിക്കും പ്രഭാവതി. എവിടെന്ന് പറഞ്ഞു വിട്ടാ പിന്നെ എനിക്ക് മോളെ ഒരിക്കലും കാണാനും കഴിയില്ല. അത് ശരിയാ. ഇല്ല, ഞാൻ പറയില്ല കേട്ടോ. മുത്തശ്ശൻ പേടിക്കണ്ട. ഞാനിത് വിശാൽ സാറിനെ ആദ്യം കാണിക്കാം, എന്നിട്ട് വിശാൽ സാർ പറയുന്ന പോലെ ചെയ്യാം. എന്തായാലും മുത്തശ്ശൻ ആഹാരം കഴിക്കൂ, ഇല്ലെങ്കിൽ അത് തണുത്തു പോവും. ഇവളെന്തിനാ എന്നെ വിളിക്കുന്നത്? നാശം. ഹലോ പപ്പ, ഞാനാ ജാസ്മിൻ. പറയ്, എന്താ കാര്യം? എന്താ ഫോൺ എടുക്കാത്തത്? പപ്പ എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നേ? നീ കാര്യം പറ ജാസ്മിൻ, നിനക്ക് എന്താ വേണ്ടത്? പപ്പ എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? ഞാൻ പപ്പയുടെ മോള് തന്നെയല്ലേ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മോളാണ് പോലും. നിനക്കിത് പറയാൻ നാണമില്ലേ? ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലല്ലേ? എന്റെ മോനെ ചതച്ച് ജയിലിലാക്കി നിന്നോട് എങ്ങനെ പെരുമാറണമെന്നാ നീ പറയുന്നത്? പപ്പ, ജതിന്റെ കേസിന്റെ കാര്യം പറയാൻ തന്നെയാ ഞാൻ വിളിച്ചത്. പപ്പ ഒരു ഫേമസ് ലോയർ അല്ലേ? ജതിനെ റിലീസാക്കാൻ എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? ജാസ്മിൻ, ഞാനൊരു മണ്ണനാണെന്ന് നീ വിചാരിക്കരുത്. നീ അവനെ അതിവിദഗ്ധമായി ജയിലിലാക്കി. ഈസി ആയിട്ട് അവനെ പുറത്തിറക്കാൻ കഴിയില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം.
പിന്നെ എന്തിനാണ് ഈ ഡ്രാമ? എന്നെ നീ നിയമം പഠിപ്പിക്കാൻ വരില്ലേ? ഡ്രാമയൊന്നും അല്ല പപ്പ. ജതിനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിന് പപ്പ പഠിച്ച നിയമപുസ്തകത്തില് വകുപ്പുകളൊന്നുമില്ലേ? സ്വന്തം കൂടപ്പുറപ്പിനോട് നിനക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്ക് വിശാലിന്റെ വീട്ടിൽ തമ്പുരാട്ടിയായിട്ട് വാഴണം. അവന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കണം. അതിനവന്റെ രണ്ടാം ഭാര്യയാകാൻ പോലും നിനക്കൊരു മടിയുമില്ല, നാണവുമില്ല. അതിനുവേണ്ടി സ്വന്തം കൂടപ്പുറപ്പിനെ ജയിലിലാക്കിയിട്ട് ഇപ്പം നിനക്കവനെ പുറത്തിറക്കണം അല്ലേ? ഈ കണക്കിന് വിശാലിന്റെ സ്വത്ത് കിട്ടിയില്ലെങ്കിൽ നീ അവനെ വകവരുത്താനും മടിക്കില്ലല്ലോ. അങ്ങനെയുള്ള നിന്നെ എനിക്ക് പേടിയാ. പപ്പ പപ്പ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ഏട്ടനെ ഞാൻ വകവരുത്തുന്നോ? ഫോൺ വെക്കടി. ഇനി എന്നെ വിളിച്ചു പോകരുത്. പപ്പ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. നിന്റെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഫോർ ഗോഡ് സേക്ക് പ്ലീസ് ലീവ് മീ അലോൺ. ഡോണ്ട് യു എവർ കോൾ മീ അഗൈൻ. പപ്പ വിശാൽ സർ, വിശാൽ സർ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തൊരു പറഞ്ഞു? വിശാൽ സർ, ഞാനൊരു കൂട്ടം കാണിക്കാം. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ വിശാൽ സാർ ഞെട്ടും. നീ ടെൻഷൻ അടിക്കാതെ കാര്യം എന്താന്ന് കാണിക്ക പാർവതി. ഇതെന്താ കയ്യില്? ദേ ഇതൊന്ന് നോക്കി. ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഫോട്ടോ കണ്ട വിശാൽ സാർ ഞെട്ടൂന്ന്. ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയത്? അതൊക്കെ പറയാം. നോക്കി വിശാൽ സാർ, പ്രഭാവതി അമ്മ എത്ര സുന്ദരിയാ. വിപിനെയും വിനയെയും കുഞ്ഞിലെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഞാൻ ഓർക്കുന്നു, ഈ പ്രായത്തില് ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. എന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ഈ പ്രായത്തില് ഇവരിങ്ങോട്ട് വന്നത്. അതൊക്കെ പോട്ടെ, ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്കിത് കിട്ടിയതല്ല വിശാൽ സാറേ. പിന്നെ അമ്മ തന്നാണോ ഈ ഫോട്ടോ? എനിക്ക് ഈ ഫോട്ടോ കിട്ടിയതേ മുത്തശ്ശന്റെ മുറിയുന്നോ. എന്താ പറഞ്ഞേ? അന്ധനായ ശേഖർ തന്നാണോ ഈ ഫോട്ടോ? അതെങ്ങനെ പ്രഭാവതി അമ്മയുടെ ഫോട്ടോ ശേഖറിന്റെ റൂമിലെത്തി? ആ അത് തന്നെ വിശാൽ സാറേ ഞാനും ചോദിച്ചത്. അമ്മയുടെ ഈ ചെറുപ്പത്തിലെ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പൊ പറയാ ഈ ഫോട്ടോ ആ മുറിയുടെ മൂലയിന്ന് കിട്ടിയതാന്ന്. ഞാൻ ഈ ഫോട്ടോ അമ്മയുടെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഞാനാണിത് തന്നേന്ന് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് തോന്നി വിശാൽ സാറിനെ തന്നെ ആദ്യം ഇത് കാണിക്കാമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അമ്മയുടെ ഈ പഴയ ഫോട്ടോ അയാളുടെ കയ്യിലിരിക്കേണ്ട ഒരാവശ്യമില്ല. അന്ധനായ ശേഖറിന് ഇത് കാണാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ഇത് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. പാർവതി ആ ഫോട്ടോ കണ്ടതിന് ശേഷം അത് ഞാനാണ് തന്നതെന്ന് ആരോടും പറയരുതെന്ന് താക്കീതും തന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. വിശാൽ സാർ, എന്തുപറ്റി? എന്തോന്നും മിണ്ടാത്തെ? ഒന്നുമില്ല പാർവതി, ഞാൻ ആലോചിക്കായിരുന്നു. നീ നിന്റെ ദിവ്യദൃഷ്ടിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അന്ധനായ ശേഖർ നടന്നുപോയ സംഭവങ്ങൾ പറയാനാണോ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? എനിക്ക് വിശാൽ സാർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ തെളിച്ചു പറയൂ. നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. നീ പേടിക്കാതിരിക്ക. പിന്നെ നീ ഒന്ന് സൂക്ഷിക്കണം. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? പാർവതി, ഈ വീടിന് ചുറ്റും എന്തൊക്കെയോ ഉണ്ട്. അത് പിന്നെ ചെടി, മരം, വീട്, റോഡ് എല്ലാം ഉണ്ടല്ലോ. വിശാൽ സാർ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അതൊക്കെ ശരിയാ, അതൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ വീടിന് ചുറ്റും നിനക്ക് കാണാൻ പറ്റാതായിട്ട് പലതുമുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയില്ലല്ലോ പാർവതി. സാധാരണക്കാരനായിരുന്നിട്ട് അമാനുഷികമായി പ്രവർത്തിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സൂക്ഷിക്കണമെന്ന്. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പേടിയാവുന്നു വിശാൽ സർ. അതെ, നീ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ. ഒന്നും ചുമ്മാ നടക്കില്ല പാർവതി. എല്ലാത്തിനു പിന്നിലും ഒരു കാരണമുണ്ടാവും. നീ ഇനി മുതൽ എല്ലാ ആംഗിളിലും ചിന്തിച്ചു തുടങ്ങണം. അതുപോലെ എല്ലാരെയും വിശ്വസിക്കണം, എന്നാൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന വിദ്യ നീ പഠിക്കണം പാർവതി. എന്റെ ഉദയന്നൂരമ്മേ, എന്റെ ലക്ഷ്യങ്ങൾ എത്രമാത്രം കഠിനമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ. എല്ലാം ശുഭമായി കലാശിക്കാൻ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. ഇന്ന് പാർവതി മോൾക്ക് പ്രഭാവതിയുടെ ഫോട്ടോ എങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്ന് സംശയം തോന്നിയേക്കാം. അത് വിശാലിനോടും അവൾ പറയും. അവനും അങ്ങനെ ഒരു സംശയം ഉണ്ടായേക്കാം. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്കുണ്ടാവണം. അമ്മ എന്നെ അനുഗ്രഹിക്കണം. വിളക്ക് ഒന്നെ എന്ത് കോലടി ഇത്? എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? ഊര് തണ്ടി നടക്കുക പെണ്ണ്, ചില കുരുത്തം കെട്ട പിള്ളേരെ പോലെ. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ ആ ഗീതയുടെ വീട്ടിൽ പോയതാ. അവക്കെന്തോ ചെറിയൊരു പനി. പനിയും പിടിച്ച് ഇവിടെ വന്ന് കേറരുത്, ഞാൻ പറഞ്ഞേക്കാം. എപ്പോ നോക്കിയാലും അവളുടെ ഒരു കറക്കം. വീട്ടുജോലി ഒന്നും ചെയ്യണ്ട, ഒന്നുകിൽ ഗീത അല്ലെങ്കിൽ സുരഭി. നിങ്ങൾക്ക് ഇത്രമാത്രം സംസാരിക്കാൻ എന്താ ഉള്ളത്? നല്ല തല്ലു കിട്ടാത്തതിന്റെ കുറവാ. കണ്ടില്ലേ മുത്തശ്ശ, ഈ അമ്മ എപ്പ എന്നെ കണ്ടാലും കടിച്ചു കീറാൻ വരും. ഞാൻ എന്റെ കൂട്ടുകാരികളെ കാണാൻ പോകുന്ന അത്ര വലിയ കുറ്റമാണോ? മുത്തശ്ശൻ എന്താ എന്റെ കാര്യത്തിലൊന്നും ഇടപെടാത്ത? ഈ അമ്മയെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. നിന്റെ കാര്യത്തിൽ ഇടപെടാനിരിക്കുകയായിരുന്നു ഞാൻ. നീ വലിയ പെണ്ണായില്ലേ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ നോക്കും പല്ലവി. നിന്റെ പ്രായത്തിൽ പാർവതി എന്ത് അനുസരണമുള്ള കുട്ടിയായിരുന്നു. അവളെ കണ്ട് പഠിക്കേ. അത് ശരി, അപ്പൊ മുത്തശ്ശന് അമ്മയുടെ പക്ഷം ചേർന്നു അല്ലേ? മുത്തശ്ശൻ അറിയോ, ഓരോ വീട്ടിലെ എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് അടിച്ചു പൊളിക്കോ. എനിക്ക് മാത്രം ജയിൽവാസം. മുത്തശ്ശനോട് തർക്കുത്തരം പറഞ്ഞിരിക്കാതെ ഈ മുറ്റൊന്ന് വന്ന് അടിക്കാൻ നോക്ക്. കണ്ടില്ലേ കരിയിൽ നിറഞ്ഞെടുക്കുന്നത്? ആഹാ, മുറ്റം അടിക്കാനോ? പല്ലവിയോ? എനിക്കൊന്നും പറ്റത്തില്ല. അമ്മ തന്നെ അങ്ങ് ചെയ്താ മതി. ഇതൊന്നും പല്ലവിയുടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല. അങ്ങനെയൊന്നും പറയല്ലേ പല്ലവി. നീ നിന്റെ അമ്മയൊന്ന് സഹായിക്കേ. അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ, അതെന്താ നീ മനസ്സിലാക്കാത്ത? എനിക്ക് വയ്യ മുത്തശ്ശ ഈ ബോറൻ ജോലി ചെയ്യാൻ. ഞാൻ വേണമെങ്കിൽ മുത്തശ്ശനെ സഹായിക്കാം. മുത്തശ്ശന് അധികം തന്നെ ഞാൻ എഴുതാം. വേണ്ട മോളെ, ഇത് ഞാൻ തന്നെ എഴുതാം. ഇതേ ശ്രദ്ധിച്ചെഴുതേണ്ട കാര്യ. ഉദയന്നൂരമ്മയുടെ ആറാട്ട് വരികയല്ലേ, പൂജാ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുക. നീ എഴുതിയാ ശരിയാവില്ല. പൂജാ സാധനങ്ങൾ മാത്രമേ ഉള്ളോ? പലഹാരങ്ങളും മറ്റും എഴുതുന്നില്ലേ? അതൊന്നും ഇല്ലാതെ എന്താ ആറാട്ട്? നീ മുത്തശ്ശനെ അതൊന്നും പറഞ്ഞ് കുഴപ്പിക്കില്ലേ. പൂജാ സാധനങ്ങൾ ശ്രദ്ധയോടെ എഴുതേണ്ടതാ. അപ്പോഴവളുടെ ഒരു പലഹാരം. എപ്പോഴും തിന്നുന്ന ചിന്ത മാത്രമേ ഉള്ളൂ പെണ്ണിന്. എനിക്ക് തിന്നാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞത്. ഉത്സവത്തിന് വിശാൽ സാറും ചേച്ചിയൊക്കെ വരില്ലേ, അവർക്ക് പ്രസാദം മാത്രം കൊടുത്താൽ മതിയോ? മധുരമൊന്നും വേണ്ടേ? അത് ശരിയാണല്ലോ അമ്പിയെ.
അവര് വന്നാ എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക്? പല്ലവി പറഞ്ഞപ്പോഴാ ഞാനും അത് ഓർത്തത്. അതിനവര് വരുവോ അച്ഛാ? നമ്മൾ അവരെ ക്ഷണിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എല്ലാവരെയും ഉത്സവത്തിന് ക്ഷണിക്കാം. ഉദിയന്നൂർ അമ്മയുടെ ആറാട്ടിന് അവരെല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഞാൻ പോയി അവരെ നേരിട്ട് ക്ഷണിക്കാം. അതാ അതിന്റെ ഒരു മര്യാദ. അച്ഛാ, അച്ഛൻ അത്രയും ദൂരം പോണോ? അച്ഛന് സുഖമില്ലാത്തതല്ലേ? പിന്നെ ഇപ്പൊ എന്താ ചെയ്യ? നമ്മൾ എല്ലാരും കൂടെ പോയാ നല്ല ചെലവാ. അതുകൊണ്ട് വയ്യെങ്കിലും ഞാൻ പോയി ക്ഷണിക്കാം അവരെ. ഇതാണ് പറ്റിയ അവസരം. മുത്തശ്ശനെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ നോക്കണം. ഇങ്ങനൊരവസരം പിന്നെ കിട്ടില്ല. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് അച്ഛൻ കേക്ക്. എന്തായാലും അച്ഛൻ ഒറ്റയ്ക്ക് അവിടം വരെ പോണ്ട. ആ സുരഭിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു പറയാം. അയ്യേ, അതൊന്നും ശരിയാവില്ല. നേരിട്ട് ചെന്ന് ക്ഷണിക്കണം. അമ്മ പറയുന്നത് ശരിയാ മുത്തശ്ശ. ഈ അവസ്ഥയില് മുത്തശ്ശൻ അവിടേക്ക് പോകണ്ട. ഞാൻ പോയി അവരെ എല്ലാവരെയും ഉദയനൂരമ്മയുടെ ഉത്സവത്തിന് ക്ഷണിക്കാം. നീയോ ഒറ്റയ്ക്ക് അവിടം വരെ പോവാനോ? നിനക്കെന്താ പെണ്ണെ, ഭ്രാന്ത് പിടിച്ചോ? നീ പോണ്ട. പ്രായമായ പെണ്ണല്ലേ നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ലോകം എത്ര പുരോഗമിച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോരോ പെണ്ണുങ്ങൾ വിമാനം ഓടിക്കുന്നു. പക്ഷെ എനിക്ക് തൊട്ടടുത്തുള്ള പട്ടണത്തിൽ ഒറ്റയ്ക്ക് പോകാനുള്ള അനുവാദമില്ല. ഇതെന്തൊരു കഷ്ടം. എങ്ങനെയാ മോളെ നിന്നെ ഒറ്റയ്ക്ക് അയക്കുന്നത്? പത്രങ്ങളിൽ വരുന്ന ഓരോ വാർത്തകൾ കേട്ടാലേ ആരും ഒറ്റയ്ക്ക് പോകാൻ പേടിക്കും. നിനക്ക് എന്തെങ്കിലും പറ്റിയാ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല മോളെ. മുത്തശ്ശൻ പേടിക്കാ വേണ്ട. സുരഭിക്ക് ഒരു പരീക്ഷയുണ്ട് പട്ടണത്തില്. അവൾക്കൊപ്പം ഞാനും പോവാം. അവള് പരീക്ഷ എഴുതാൻ പോകുമ്പോ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും ഉത്സവത്തിന് ക്ഷണിക്കാം. എന്താ, അതുപോലെ? അത് ആലോചിക്കാവുന്ന കാര്യ. അച്ഛാ, അത് വേണോ? ഇവളെ ഒറ്റയ്ക്ക് അയക്കണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം ബിയെ. അമ്മ മാറ്, ഞാനിതൊക്കെ ചെയ്യാം. അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? നാശം. എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത്. ഒന്നുകിൽ പരിധിക്ക് പുറത്ത്, അല്ലെങ്കിൽ ബിസി. നാശം പിടിക്കാൻ. ഒരാവശ്യത്തിന് വിളിച്ച വക്കീലിനെ ഒരു സമയത്തും കിട്ടില്ല. വെറുതെ കൂട്ടുവിട്ടോണ്ട് തേരാപാര കോടതി വരാന്തേ നടന്നോളും. മോനെ വിശാലേ, എണീക്ക്. എന്തെങ്കിലും ഒന്ന് കഴിക്കൂട്ടാ. എത്ര ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്? അച്ഛമ്മ വാരിത്തരാം. നല്ല കുട്ടിയല്ലേ,
എനിക്കൊന്നും വേണ്ട അച്ഛമ്മേ, എനിക്കൊന്നും വേണ്ട. അച്ഛമ്മയുടെ പൊന്നും കൂടെ അല്ലേ, കുറച്ച് കഴിച്ചാ മതി. ദാ വാ തുറക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് വിശപ്പില്ല. ശരി, മോന് വിശപ്പില്ലെങ്കിൽ കഴിക്കണ്ട, അച്ഛമ്മ നിർബന്ധിക്കുന്നില്ല. മോൻ എഴുന്നേറ്റ് വാ, ഈ ഡ്രസ്സൊക്കെ അച്ഛമ്മ മാറ്റിത്തരാം. എന്നിട്ട് മോൻ ഇഷ്ടപ്പെട്ട പിങ്ക് കളർ ഉടുപ്പിടാം. എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് പോയി തരോ? നീ കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ ഗോപി. എഴുന്നേറ്റ് ഈ വേഷമൊക്കെ ഒന്ന് മാറി പലതും കഴിക്കാൻ നോക്ക്. പോയവര് പോയി. ഗോപി, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ?